ഇപ്പൊ ഈ പ്രോസ്റ്റേറ്റിന്റെ വീക്കത്തെ പറ്റി പറയുമ്പോൾ കിഡ്നി ഈ പ്രോസ്റ്റേറ്റ് വീക്കവുമായിട്ട് കണക്ഷൻ ഉണ്ടെന്നും ഇപ്പം ലേറ്റസ്റ്റ് പറയുന്നതനുസരിച്ച് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസും ഈ കിഡ്നി ഫങ്ഷനും ഈ പ്രോസ്റ്റേറ്റും ഒക്കെ ഒരു കണക്റ്റഡ് ആണെന്നുള്ളതും ആയിട്ട് പറയുന്നു. അപ്പം ശരിക്കും അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ പ്രോസ്റ്റേറ്റിന്റെ ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ ഈവൻ കിഡ്നിയുടെ കറക്ഷനോ ഇൻസുലിനുമായിട്ട് കണക്റ്റഡ് ആകുമ്പോൾ എങ്ങനെയാണ് ശരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പൊതുജനം ഇത് മനസ്സിലാക്കുന്നത്? നമ്മൾ ഇൻസുലിൻ കൂടുതലുള്ള അല്ലെ ടൈപ്പ് 2 ഡയബറ്റീസ് പേഷ്യൻസിന് പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാനും കിഡ്നി ക്യാൻസർ വരാനും എല്ലാ ക്യാൻസറുകൾക്കും സാധ്യത കൂടുതലാണ്. കാരണം ഈ ഇൻസുലിൻ കൂടുന്നത് തന്നെ. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഡയബറ്റീസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പ് 2 ഡയബറ്റീസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക മരുന്നുകളും ഇൻസുലിൻ്റെ അളവ് കൂട്ടുന്നതാണ്. അപ്പം അത് ഇൻസുലിൻ ക്യാൻസറോജനിക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻസുലിൻ കൂടി നിൽക്കുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം പ്രോപ്പർലി വർക്ക് ചെയ്യില്ല. അതിൽ പ്രത്യേകിച്ച് ഈ നമ്മൾ ഫാഗോസൈറ്റോസിസ് എന്ന് പറയും, നമ്മുടെ അണുക്കളെയോ അല്ലെങ്കിൽ ക്യാൻസർ സെല്ലുകളെ ഇതിനെയൊക്കെ നശിപ്പിക്കുന്ന ഇതുണ്ട്. അതുകൊണ്ട് ഡയബറ്റീസ് ഉള്ളവർക്ക് ഇൻഫെക്ഷൻ വരാൻ കൂടുതൽ ചാൻസ് ഉണ്ടെന്നും ഇൻഫെക്ഷൻ വന്നാൽ കൺട്രോൾ ചെയ്യാൻ കൂടുതൽ ബുദ്ധിമുട്ടാണെന്നും എല്ലാവർക്കും അറിയാമല്ലോ. ഇതുപോലെ തന്നെയാണ് ക്യാൻസറും ഡയബറ്റീസും. ക്യാൻസർ ആണെങ്കിലും ഇൻഫെക്ഷൻ ആണെങ്കിലും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ ഒരേ രീതിയിൽ തന്നെയാണ് അതിനെ അവർ മാനേജ് ചെയ്യേണ്ടത്. അവർക്ക് ബ്ലഡ് ലെവൽ കൂടി ഇൻസുലിൻ ലെവൽ കൂടി നിൽക്കുമ്പോൾ വർക്ക് ചെയ്യാൻ പറ്റില്ല, പ്രോപ്പർലി വർക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഡയബറ്റീസ് കറക്റ്റ് ചെയ്യേണ്ടതും, ഡയബറ്റീസ് കറക്റ്റ് ചെയ്താൽ തന്നെ നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസറിൻ്റെ ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് ഇൻസുലിൻ ലെവൽ കുറയ്ക്കുകയും ഷുഗർ ലെവൽ കുറയ്ക്കുകയും ഡയബറ്റീസിന്റെ മരുന്നുകൾ ഒഴിവാക്കി ഇൻസുലിൻ ഒഴിവാക്കുകയും ചെയ്യേണ്ടതാണ് ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.